ഒരു പൈലറ്റ് ഒരു ഫ്ലൈറ്റ് ഓടിക്കണമെങ്കിൽ എത്ര വർഷം പഠിക്കണമായിരിക്കും? എത്ര ലക്ഷം മുടക്കണമായിരിക്കും അല്ലേ? എത്ര മണിക്കൂർ ഇത് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യണമായിരിക്കും അല്ലേ? അത് കഴിഞ്ഞല്ലേ നമ്മൾ പോകുന്ന പാസഞ്ചർ ഫ്ലൈറ്റിൻ്റെയൊക്കെ പൈലറ്റാക്കി ഇവരെ മാറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് റൺ ചെയ്യുന്നതും. അത്രയും റിസ്ക്കാണ്. എങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന പൈലറ്റന്മാരായ നിങ്ങൾ എത്ര മണിക്കൂർ പഠിച്ചിട്ടുണ്ട് ടു ഡു ബിസിനസ്? ഹൗ മെനി ഓഫ് യു ഹാവ് ലേൺ ബിസിനസ്? പഠിക്കാതെ ചെയ്യാൻ പറ്റുന്നതൊന്നല്ല ഇത് ബിസിനസ്. ഹൗ മെനി ഓഫ് യു ഇൻവെസ്റ്റഡ് ഇൻ ലേണിംഗ് ബിസിനസ്? ബിസിനസ് പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ കൈപൊക്കിക്ക്. 20%. That's the problem. So you dictate the terms, you dictate the price, you dictate when, you dictate how. എവിടെ, എപ്പോ, എന്ത്, എത്ര രൂപയ്ക്ക് എന്ത് ടേംസിൽ കൊടുക്കണമെന്ന് ആര് തീരുമാനിക്കും? വിൽക്കുന്നവൻ തീരുമാനിക്കും. കാരണം കസ്റ്റമർ ഈസ് ഹാവിങ് നോ ചോയ്സ്. എന്തില്ല, ഒരൊറ്റ പവറേ എടുത്തുള്ളൂ, ചോയ്സ്. മിക്ക ബിസിനസ്സിലും സെയിൽസ് കുറവാണ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് കൺസൾട്ടിങ് കൊടുക്കുമ്പോൾ, അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, ദേ ഡോണ്ട് ഹാവ് എ സെയിൽസ് പ്രോബ്ലം, ദേ ഹാവ് മാർക്കറ്റിംഗ് പ്രോബ്ലം. മാർക്കറ്റിംഗ്, സെയിൽസ് അല്ല അവൻ്റെ പ്രശ്നം, മാർക്കറ്റിംഗ്. ഇവൻ അടിപൊളി പ്രൊഡക്റ്റാ, ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഇവനുണ്ടെന്ന് നാട്ടുകാർക്ക് അറിയത്തില്ല. ഹീ ഈസ് ദ ബെസ്റ്റ് കെപ്റ്റ് സീക്രട്ട് ഇൻ ഹിസ് മാർക്കറ്റ്. ഇവൻ അടച്ചു മൂടപ്പെട്ടിരിക്കുന്ന രഹസ്യമാണ്, ബെസ്റ്റ് സീക്രട്ടാണ് ഇവൻ. അവൻ എന്തറിയില്ല? മാർക്കറ്റിംഗ് അറിയില്ല. മാർക്കറ്റിംഗ് ഈ കാണുന്ന എന്താണെന്നറിയോ? പവർ ഓഫ് മാർക്കറ്റിംഗ്. ഇവിടെ ആരെങ്കിലും വരുമെന്നോ ഒരു രജിസ്ട്രേഷനോ ഒന്നും ഇന്നില്ലായിരുന്നു. ഉണ്ടോ? ഇതൊന്നും അറിയാതെ ഈ ഓഡിറ്റോറിയം അങ്ങ് ബുക്ക് ചെയ്യുക. കാരണം എന്താ? ഇവിടെ ആൾ വരും എന്നുറപ്പാണ്. 2 തരം ബിസിനസ് സ്ട്രാറ്റജി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോണം. 2 തരം ബിസിനസ് സ്ട്രാറ്റജി. ഒന്ന് റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി, മറ്റൊന്ന് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. എന്തൊക്കെയാ? റെഡ് ഓഷ്യൻ ആൻഡ് ബ്ലൂ ഓഷ്യൻ. എന്താ ഇതിൻ്റെ ഡിഫറൻസ് എന്നറിയോ? ടഫ് കോമ്പറ്റീഷനുള്ള മാർക്കറ്റ്. ആർക്കൊക്കെ ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് ഉള്ള കോമ്പറ്റീഷൻ? യു ആർ ഇൻ റെഡ് ഓഷ്യൻ. നിങ്ങൾ റെഡ് ഓഷ്യനാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്ററെ നോക്കാതെ വിലയിടാൻ പറ്റില്ല. നിങ്ങൾക്കൊരു പരിമിതിയുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അവൻ പറയുന്ന അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് റേറ്റിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല. ദിസ് ഈസ് റെഡ് ഓഷ്യൻ. റെഡ് ഓഷ്യനിൽ എന്താ? അവൻ്റെ ടെക്നിക്ക് പഠിച്ച് അവനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം നീ 65 കിലോയും അവൻ 120 കിലോയും. അത് നിൻ്റെ ബാങ്ക് അക്കൗണ്ടും അവൻ്റെ ബാങ്ക് അക്കൗണ്ടും നോക്കിയാൽ മതി. അവന് ഓൾറെഡി അവൻ സക്സസ് ആണ്, അവനുള്ള ടീമുണ്ട്, അവന് നല്ല സപ്ലയേഴ്സ് ഉണ്ട്, അവന് നല്ല കാശുണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് റെഡ് ഓഷ്യൻ, വേർ യു ആർ ട്രൈയിങ് ടു ബീറ്റ് യുവർ കോമ്പറ്റീറ്റർ. ബ്ലൂ ഓഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? When there is shortcut, you have to take that shortcut. എടാ, കുറുക്ക് വഴിയുള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ടു പോകുന്നത്? അവൻ്റെ മുറയും അവൻ്റെ ഇടിയും സ്റ്റൈലും ഒന്നും പഠിക്കാൻ ഇവൻ നിൽക്കത്തില്ല. ഇവൻ എന്തെടുക്കും? യു വിൽ ടേക്ക് എ ഗൺ ആൻഡ് ഷൂട്ട് ഹിം ഡൗൺ. ദാറ്റ് ഈസ് ബ്ലൂ ഓഷ്യൻ. ബ്ലൂ ഓഷ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്ററോട് പറയുന്നത്, ഐ ആം നോട്ട് ഹിയർ ടു പ്ലേ യുവർ ഗെയിം. നിൻ്റെ കളി കളിക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്കെൻ്റേതായ കുറച്ച് കളികളുണ്ട് കളിക്കാൻ. ആ കളി കളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരുപാട് പ്രസൻറ്റേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം നമ്മൾ പിറ്റേന്ന് എന്ത് ചെയ്യും? അത് ഫോളോ അപ്പ് ചെയ്യാനൊരു മടിയാണ്. കാരണം എന്തായിരിക്കും? സെയിൽസുകാർക്ക്, ബിസിനസ്സുകാർക്ക് ഒരു പ്രസൻറ്റേഷൻ എടുക്കുന്നിടം വരെ ഭയങ്കര എനർജിയാണ്. പ്രൈസ് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിക്കാനൊരു മടിയാണ് അല്ലേ?
എന്തായിരിക്കും? നോ കേൾക്കാനുള്ള മടി, പേടി. മടിയല്ല, പേടി. റിജക്റ്റ് ചെയ്യുമോ എന്ന പേടി. ദാറ്റ്സ് ദ റീസൺ. അത് മനുഷ്യർക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യനും എന്തിഷ്ടമല്ല? നോ കേൾക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ പ്രസൻറ്റേഷൻ കൊടുത്തിട്ട് പിന്നീട് നോ പറയുകയോ അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കുകയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞു പോയ കസ്റ്റമേഴ്സിൽ നിന്ന് ഒരു 10% കസ്റ്റമറെ ക്ലോസ് ചെയ്യാൻ ഇന്ന് നിങ്ങൾക്ക് പറ്റിയാൽ അത് എത്ര ലക്ഷം രൂപ ഉണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 10% ഓഫ് യുവർ കസ്റ്റമേഴ്സ്. ഇഫ് യു ലേൺ ഹൗ ടു ഫോളോ അപ്പ് ഇൻ ദ റൈറ്റ് വേ, മില്യൺസ് ഓഫ് ബിസിനസ് ഈ ഹാളിലിരിപ്പുണ്ടിപ്പോൾ. പുതിയ ജനറേഷൻ കസ്റ്റമറെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. കസ്റ്റമറിൽ കോവിഡിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന സെയിൽസ് അല്ല ഇപ്പം വേണ്ടത്. നൗ കസ്റ്റമേഴ്സ് ഹാവ് ചേഞ്ച് ദ വേ ദേ ബൈ പ്രൊഡക്റ്റ്. അവർ വാങ്ങുന്ന രീതി മാറി. യു വാണ്ട് ടു ഗെറ്റ് ദെയർ അറ്റൻഷൻ. നിങ്ങളെങ്ങനെയാണ് എന്നെ അറിഞ്ഞ്? ആദ്യം ഏതോ വഴിയിൽ ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി. നിങ്ങൾ എന്നെ ഇത് കൊള്ളാമല്ലോ, ഇയാൾ ഇത് കൊള്ളാമല്ലോ, എപ്പോഴും ഒന്ന് തോന്നി ഇത് കൊള്ളാമല്ലോ. അറ്റൻഷൻ. ആ അറ്റൻഷൻ കിട്ടിയതിന് ശേഷം യു സ്റ്റാർട്ടഡ് ഗിവിങ് മീ യുവർ ടൈം. നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങി. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എനിക്ക് എന്താ തരുന്നേ? നിങ്ങളുടെ സമയം. വൺസ് യു ഗെറ്റ് അറ്റൻഷൻ, then you get time. Without getting attention and time, I will not get any money. ഇതാണ് പുതിയ ജനറേഷൻ കസ്റ്റമർ. എന്ത്? അറ്റൻഷനും സമയവും തരാതെ ഒരു കസ്റ്റമറും നിങ്ങൾക്കിനി പൈസ തരത്തില്ല. ന്യൂ ജനറേഷൻ കസ്റ്റമർ. എനിക്ക് കഴിവില്ല എന്നും പറഞ്ഞ് മാറിയിരിക്കേണ്ട. എബിലിറ്റി തനിയെ വളർന്നോളും. എബിലിറ്റി വളരാൻ നീ പഠിച്ചാൽ മതി. ഇപ്പം എന്ത് വേണം? വിസിബിലിറ്റി. വിസിബിലിറ്റി ഫ്രീയാ. യൂട്യൂബ് ഫ്രീയാ, ഫേസ്ബുക്ക് ഫ്രീയാ, ഇൻസ്റ്റ ഫ്രീയാ, വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രീയാ. ഈ ഫ്രീ വെച്ച് നീ തുടങ്ങ്. നിന്റെ വിസിബിലിറ്റി കൂട്ട്. ഒരുത്തനെയും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യരുത്. അവൻ സ്വയം ഇഷ്ടപ്പെട്ട് വരണം. അവനെ ആഡ് ചെയ്താൽ യു ആർ അഗെയിൻ ചേസിങ് ദാറ്റ് കസ്റ്റമർ. അവൻ സ്വയം വന്നാൽ ഹീ ഈസ് ചേസിങ് യു. ഞാൻ ഈ പറയുന്ന കാര്യം നടപ്പാക്കിയാൽ ഞാൻ ഉറപ്പ് തരാം, വിത്തിൻ 3 ഇയേഴ്സ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. എല്ലാ പ്രശ്നവും വിത്തിൻ 3 ഇയേഴ്സ്. അപ്പോൾ പറയും, അയ്യോ സാറേ 3 വർഷമോ? അയ്യോ എടാ, ഈ 10-30 കൊല്ലം കൊണ്ടുണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കാൻ 3 വർഷമെങ്കിലും വേണ്ടേ? പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നോ മണിയിൽ നിന്ന് നിങ്ങൾ ഡീസൻറ്റ് മണിയിലേക്ക് മാറും. നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻകം കിട്ടിത്തുടങ്ങും. വിത്തിൻ എ മന്ത് യുവർ ഇൻകം വിൽ ഇൻക്രീസ്. അത് യൂട്യൂബ് വരുമാനം അല്ല കേട്ടോ, അത് മേടിക്കല്ലേ. അത് പരിപ്പോടെയും ചായയും കുടിക്കാൻ പോലും തികയത്തില്ല. അതിൻ്റെ പൊന്നാലെ പോരുത്. ഡോണ്ട് ഡു ഇറ്റ് ഫോർ ദാറ്റ് മണി. ബിസിനസ്സിൽ 3 ഇമ്പോർട്ടൻറ്റ് നമ്പേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 3 ഇമ്പോർട്ടൻറ്റ് നമ്പേഴ്സ്. ഒന്നാമത്തെ നമ്പർ COCA. COCA means cost of customer acquisition. ഒരു കസ്റ്റമറിനെ കിട്ടാൻ നിങ്ങൾ എത്ര രൂപ ചെലവാക്കുന്നു? ഇത് നിങ്ങളിൽ പലർക്കും, മോസ്റ്റ് ഓഫ് യു ഡോണ്ട് നോ ഹൗ മച്ച് യു സ്പെൻഡ് ഫോർ ഗെറ്റിംഗ് എ സിംഗിൾ കസ്റ്റമർ. നിങ്ങളുടെ സെയിൽസ് എക്സ്പെൻസ് പ്ലസ് മാർക്കറ്റിംഗ് എക്സ്പെൻസ്. സെയിൽസുകാർക്ക് കൊടുക്കുന്ന സാലറി, സെയിൽസുകാർക്ക് കൊടുക്കുന്ന എക്സ്പെൻസുകൾ, അവൻ്റെ ട്രാവൽ അലവൻസ്, അവന് കൊടുക്കുന്ന ബാക്കി എല്ലാ ബെനിഫിറ്റ്സും, പ്ലസ് സോഷ്യൽ മീഡിയയ്ക്ക് നിങ്ങൾ ഇറക്കുന്ന പൈസ, ബ്രാൻഡിങ്ങിന് ഇറക്കുന്ന പൈസ, ഹോർഡിങ്സിന് ഇറക്കുന്ന പൈസ, ബ്രോഷർ അടിക്കാൻ ഇറക്കുന്ന പൈസ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് കൊടുക്കുന്ന പൈസ, ഇതെല്ലാം കൂടെ ചേർന്ന് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കസ്റ്റമർ ഇൻ എ മന്ത്. ഒരു മാസം എത്ര കസ്റ്റമറെ കിട്ടുന്നു? അതായത് നിങ്ങളുടെ സെയിൽസ് പ്ലസ് മാർക്കറ്റിംഗ് എക്സ്പെൻസ് 1 ലക്ഷം രൂപയാണ് ഒരു മാസമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു മാസത്തിൽ 10 കസ്റ്റമറെയാണ് കിട്ടുന്നതെങ്കിൽ ഒരു കസ്റ്റമറെ കിട്ടാൻ നിങ്ങൾ 10,000 രൂപ മുടക്കി എന്നതാണ് കോക്ക. വാട്ട് ഈസ് യുവർ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ? എന്തിനാ ഫാം ചെയ്യുന്നതെന്നറിയോ? ഫാം ചെയ്യുമ്പോൾ ഈ കോക്ക കുറയും, ഹണ്ടിങ്ങിൽ ഇത് കൂടും.
നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ലാഭമൊക്കെ എവിടാ പോകുന്നതെന്നറിയോ? കസ്റ്റമറെ കിട്ടാൻ വേണ്ടി നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചിലവാക്കിക്കൊണ്ടിരിക്കുക. നമ്പർ 2, LTV. LTV മീൻസ് ലൈഫ് ടൈം വാല്യൂ ഓഫ് യുവർ കസ്റ്റമർ. ഒരു കസ്റ്റമറെ ഇങ്ങനെ കിട്ടുമ്പോൾ ഈ കസ്റ്റമർ എത്ര തവണ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു, ടോട്ടൽ എത്ര രൂപ അവൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, ആവറേജ് ഒരു കസ്റ്റമർ അവൻ എത്ര രൂപ നിങ്ങൾക്ക് തരുന്നു, ദാറ്റ് ഈസ് LTV. നോക്കാം, ഒരു കസ്റ്റമറെ കിട്ടാൻ ഞാൻ എത്ര രൂപ ചിലവഴിക്കുന്നു. LTV, ഒരു കസ്റ്റമർ ഒരു തവണ എൻ്റെ കടയിൽ കയറിയാൽ അവൻ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ പല തവണയായിട്ട് ഇവൻ മേടിക്കും എങ്കിൽ ആവറേജ് ഒരു കസ്റ്റമർ അവൻ എത്ര രൂപയ്ക്ക് മേടിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും, അവൻ 1 ലക്ഷത്തിന് മേടിക്കാനുള്ളവന് പക്ഷേ ഇപ്പോൾ 10,000 മേടിച്ചിട്ടുള്ളൂ, ഇനി 90,000-ന് പലപ്പോഴായിട്ട് മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവനെന്ത് ചെയ്യും? റീറ്റെയിൻ ചെയ്യും. അടുത്തതാണ് മൂന്നാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യം. 1 രൂപ നീ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് മുടക്കിയാൽ, നിൻ്റെ ബിസിനസ് പ്രൊമോഷന് വേണ്ടി സെയിൽസിലോ മാർക്കറ്റിങ്ങിനോ മുടക്കിയാൽ എത്ര ദിവസത്തിനുള്ളിൽ ഇത് തിരിച്ചു വരും? ഇൻ ഹൗ മെനി ഡേയ്സ് യു വിൽ ഗെറ്റ് ദാറ്റ് 1 rupee ബാക്ക് ഇൻ യുവർ ബിസിനസ്? അതല്ലാതെ പ്രോഫിറ്റ് നോക്കിയിരുന്നാൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്? ഈ 3 നമ്പേഴ്സ് കറക്റ്റായിട്ട് പിടിച്ചു പോകുമ്പോഴാണ് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്.